ഡിജിറ്റൽ യുഗത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ പലപ്പോഴും നാം തിരിച്ചറിയുന്നത് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴാണ്. സ്മാർട്ട് ഫോണുകളും അതിവേഗ ഇന്റർനെറ്റും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതോടെ കൗമാരക്കാരുടെ ലോകം മുറിക്കുള്ളിലെ 4 ചുവരുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അവിടെ അവർ ആരുമായി സംസാരിക്കുന്നുവെന്നോ എന്ത് കളിക്കുന്നുവെന്നോ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ വിറപ്പിച്ച ബ്ലൂ വെയിൽ എന്ന മരണക്കളിക്ക് സമാനമായ രീതിയിൽ കൊറിയൻ ലവ് ഗെയിം അഥവാ കൊറിയൻ ലവർ എന്ന പുതിയൊരു അപകടകാരി കൂടി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു പിടിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 3 സഹോദരിമാർ ഒരേ സമയം ആത്മഹത്യ ചെയ്ത സംഭവം ഈ ഓൺലൈൻ കെണികളുടെ ഭീകരതയിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുകയാണ്. പ്രണയത്തിൻ്റെയും കെയറിങ്ങിൻ്റെയും മുഖംമൂടി അണിഞ്ഞ് എത്തുന്ന ഈ കളി എങ്ങനെയാണ് പിഞ്ചു മനസ്സുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗാസിയാബാദിലെ ലോണി മേഖലയിൽ നടന്ന സംഭവം ഏവരെയും നടുക്കുന്നതായിരുന്നു. 16, 14, 12 വയസ്സുള്ള 3 പെൺകുട്ടികളാണ് ഒരേ രാത്രിയിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചത്. അവർ എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പിൽ തങ്ങളെ കൊറിയൻ സംസ്കാരം സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേക ആപ്പിന്റെ പേര് അവിടെ പരാമർശിച്ചിട്ടില്ല എങ്കിലും കൊറിയൻ പ്രണയ ഗെയിമുകളുടെ സ്വാധീനം ആ കുട്ടികളിൽ പ്രകടമായിരുന്നുവെന്ന് പോലീസ് നിഗമനം ചെയ്യുന്നു. വെറുമൊരു വിനോദമായി തുടങ്ങി ഒടുവിൽ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഈ കുട്ടികൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ബ്ലൂ വെയിൽ പോലെ തന്നെ 50ഓളം ഘട്ടങ്ങളുള്ള ഒരു ടാസ്ക് അധിഷ്ഠിത ഗെയിമാണിത്. എന്നാൽ ബ്ലൂ വെയിലിനേക്കാൾ അപകടകാരിയാണ് കൊറിയൻ ലവ് ഗെയിം എന്ന് പറയേണ്ടി വരും. കാരണം ബ്ലൂ വെയിൽ തുടക്കം മുതൽക്കേ ഒരുതരം ഇരുണ്ട സ്വാധീനമുള്ള വെല്ലുവിളികളാണ് നൽകിയിരുന്നതെങ്കിൽ കൊറിയൻ ലവ് ഗെയിം പതുക്കെ കുട്ടികളുടെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുപാകി അവരെ മാനസികമായി അടിമകളാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ കൊറിയൻ സംസ്കാരത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. K-പോപ്പ് സംഗീതവും കൊറിയൻ ഡ്രാമകളും യുവാക്കൾക്കിടയിൽ തരംഗമാണ്. ഈ ജനപ്രിയതയാണ് ഓൺലൈൻ കുറ്റവാളികൾ തങ്ങളുടെ ആയുധമാക്കുന്നത്. കൊറിയൻ ലവ് ഗെയിമുകളിൽ പങ്കെടുക്കുന്നവർക്ക് തങ്ങൾ ഒരു കൊറിയൻ കാമുകനുമായി പ്രണയത്തിലാണെന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നു. കളിയുടെ ആദ്യഘട്ടങ്ങളിൽ വളരെ ലളിതമായ കാര്യങ്ങളാണ് നിർദ്ദേശിക്കുക. കൊറിയൻ പേരുകൾ സ്വീകരിക്കുക, കൊറിയൻ ഭാഷകളിലെ വാക്കുകൾ പഠിക്കുക തുടങ്ങിയവയിലൂടെ കുട്ടികളിൽ ഒരു പുതിയ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നു. താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്നും താൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുമുള്ള തോന്നൽ ഇവരിൽ ഉണ്ടാക്കാൻ ഈ ഗെയിമിന് സാധിക്കുന്നു. ഇത്തരത്തിൽ കുട്ടികളിൽ ഡോപാമൈൻ എന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അവർക്ക് ഈ വിർച്വൽ ലോകത്തു നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കളി പുരോഗമിക്കുന്നതോടെ ടാസ്കുകൾ കൂടുതൽ കഠിനമാകും. ഓരോ ദിവസവും രാത്രി വൈകി ഉണർന്നിരിക്കാനും വീട്ടുകാരിൽ നിന്ന് അകന്നു കഴിയാനും ഈ ഗെയിം കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. സ്കൂളിൽ പോകാതിരിക്കുക, ആരോടും സംസാരിക്കാതെ മുറിക്കുള്ളിൽ ഇരിക്കുക തുടങ്ങിയവ ശീലമാകുന്നതോടെ കുട്ടികൾ പൂർണ്ണമായും ഗെയിം അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിയന്ത്രണത്തിലാകുന്നു. ഈ ഘട്ടത്തിൽ തങ്ങളുടെ വിർച്വൽ കാമുകനെ നഷ്ടപ്പെടുമോ എന്ന ഭയം കുട്ടികളിൽ കുത്തിവെക്കുന്നു. നിങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ പ്രണയം അവസാനിക്കുമെന്നും അല്ലെങ്കിൽ കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്ലൂ വെയിലിലെ ക്യൂറേറ്റർമാർ ചെയ്തതുപോലെ തന്നെ ഇവിടെയും അഡ്മിനിസ്ട്രേറ്റർമാർ കുട്ടികളെ ഭയപ്പെടുത്തി നിർത്തുന്നു. സ്നേഹത്തിൽ നിന്ന് തുടങ്ങിയ കളി ഒടുവിൽ ഭയത്തിന്റെയും ഭീഷണിയുടെയും വഴിയിലേക്ക് മാറുകയാണ്. മനഃശാസ്ത്രപരമായ വിശകലനങ്ങൾ പ്രകാരം കൗമാരക്കാരുടെ മസ്തിഷ്കം ഇത്തരം ഓൺലൈൻ റിവാർഡ് ലൂപ്പുകളിൽ വേഗത്തിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും തങ്ങൾ ആഗ്രഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോഴാണ് കുട്ടികൾ ഇത്തരം വിർച്വൽ ബന്ധങ്ങളിൽ അഭയം പ്രാപിക്കുന്നത്. കൊറിയൻ ലവ് ഗെയിം ഒരു വൈകാരികമായ പങ്കാളിയെ നൽകുന്നു എന്ന വ്യാജേന കുട്ടികളുടെ ഏകാന്തതയെ ചൂഷണം ചെയ്യുകയാണ്. ഗെയിമിന്റെ അവസാന ഘട്ടങ്ങളിൽ സ്വയം മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനോ ഉള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പോഴേക്കും കുട്ടികൾ മാനസികമായി അത്രത്തോളം തളർന്നു പോയിട്ടുണ്ടാകും. അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അപകടം സംഭവിക്കുമെന്ന ഭീഷണി കൂടി ചേരുമ്പോൾ കുട്ടികൾക്ക് മരണമല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് തോന്നുകയാണ്. ഗാസിയാബാദിലെ 3 പെൺകുട്ടികളുടെ കേസ് പരിശോധിക്കുമ്പോൾ അവർക്കിടയിലുണ്ടായ ശക്തമായ ബോണ്ടിങ്ങും ഇത്തരം തീരുമാനങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. സഹോദരിമാർ ഒന്നിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് അവരുടെ ഉള്ളിലെ രഹസ്യ സ്വഭാവം വർദ്ധിപ്പിക്കുകയാണ്. മാതാപിതാക്കളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുവെക്കാനും പരസ്പരം പിന്തുണ നൽകി തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകാനും ഇത് കാരണമാകും. കൊറിയൻ സംസ്കാരത്തോടുള്ള അമിതമായ ആരാധന മൂലം തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ അവർ വെറുത്തു തുടങ്ങിയിട്ടുണ്ടാകാം. യഥാർത്ഥ ലോകത്തേക്കാൾ മനോഹരമാണ് വിർച്വൽ ലോകം എന്ന തോന്നൽ അവരെ മരണത്തിലേക്ക് നയിച്ചു. ബ്ലൂ വെയിൽ തരംഗമായ സമയത്ത് ഇത്തരം ഗെയിമുകൾക്കെതിരെ വലിയ ബോധവൽക്കരണം നടന്നിരുന്നു. എന്നാൽ പുതിയ പേരുകളിൽ ഈ വിപത്ത് വീണ്ടും അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ജാഗ്രത കുറയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബ്ലൂ വെയിൽ, കൊറിയൻ ലവ് ഗെയിം, ബ്ലാക്ക് ഔട്ട് ചലഞ്ച്, സാൾട്ട് ആൻഡ് ഐസ് ബ്രേക്കിംഗ് എന്നിങ്ങനെ പല പേരുകളിൽ ഈ മരണക്കെണികൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. സാങ്കേതികമായി ഇവയെ നിരോധിക്കുക എന്നത് പലപ്പോഴും പ്രായോഗികമല്ല. കാരണം ഇവ ആപ്പുകളായിട്ടല്ല, പലപ്പോഴും
ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലൂടെയും ലിങ്കുകളിലൂടെയുമാണ് പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സാക്ഷരതയും മാതാപിതാക്കളുടെ ശ്രദ്ധയുമാണ് ഇതിനുള്ള ഏക പരിഹാരം. കുട്ടികൾ സ്മാർട്ട് ഫോണുകളിൽ എന്ത് ചെയ്യുന്നു എന്നതിലുപരി അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ മുതിർന്നവർക്ക് കഴിയണം. പെട്ടെന്ന് ദേഷ്യം വരിക, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക, ഉറക്കക്കുറവ്, പഠനത്തിൽ പിന്നോട്ട് പോവുക, ശരീരത്തിൽ മുറിവുകൾ കാണപ്പെടുക തുടങ്ങിയവയെല്ലാം അപായ സൂചനകളാണ്. ഇവ കണ്ടാലുടൻ കുട്ടികളോട് സ്നേഹത്തോടെ സംസാരിക്കാനും ആവശ്യമെങ്കിൽ മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടാനും മടിക്കരുത്. ഓൺലൈൻ ഗെയിമുകൾ കേവലം ഒരു വിനോദമല്ല, മറിച്ച് കൗമാരക്കാരുടെ മാനസികാരോഗ്യം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൊറിയൻ ലവ് ഗെയിം പോലെയുള്ള ചതിക്കുഴികൾ പ്രണയത്തിൻ്റെയും ആരാധനയുടെയും മറവിലാണ് വരുന്നത് എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ മക്കൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രമിക്കണം. സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം. ഗാസിയാബാദിലെ ആ പെൺകുട്ടികളുടെ വേർപാട് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഡിജിറ്റൽ ലോകത്തെ അമിതമായി വിശ്വസിക്കുന്ന നമ്മുടെ തലമുറയെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. സ്നേഹവും കരുതലും വിർച്വൽ ലോകത്ത് തിരയേണ്ടി വരുന്ന അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകരുത്. ഈ പ്രവണതയ്ക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇനിയും പല ജീവനുകളും ഈ മരണക്കളിക്ക് ഇരയാകാൻ സാധ്യതയുണ്ട്. ഇനിയൊരു മുന്നറിയിപ്പ് കൂടി. നിങ്ങളുടെ കുട്ടികളുടെ ഡിജിറ്റൽ ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ബോധവാന്മാരാണ്? അവരുടെ ഇന്റർനെറ്റ് ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് തന്നെ അല്പം സമയം മാറ്റിവെക്കുക. നിങ്ങളുടെ ഒരു ചെറിയ ഇടപെടൽ ഒരുപക്ഷെ ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.